എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്ന് എനിക്ക് ഓഫാണ്. അപ്പോൾ സാധാരണയായിട്ട് അവധി ദിവസങ്ങളിൽ ഞാൻ നേരത്തെ വന്ന് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ കിച്ചണിലെല്ലാം എടുത്തു വെച്ചിട്ട് പോകും. പക്ഷേ പിന്നെ ഞാൻ കുറേ സമയം റിലാക്സൊക്കെ ചെയ്തതിന് ശേഷം ഒന്ന് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ കുറച്ച് എഡിറ്റിംഗ് ഒക്കെ ഉണ്ടെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ ചെയ്ത് മോളെ സ്കൂളിലൊക്കെ വിട്ടതിന് ശേഷം റിലാക്സ് ആയതിന് ശേഷമാണ് ഞാൻ കിച്ചണിലേക്ക് കയറുന്നത്. അപ്പോൾ ഞാൻ ആദ്യമേ വന്നിട്ട് ഇന്നൊരു ബീഫ് കറി വെക്കുന്നുണ്ട്. അപ്പം ഞാൻ അതിനുള്ള ബീഫൊക്കെ എടുത്ത് വെള്ളത്തിലിട്ടിട്ട് പോയി. പിന്നെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ അതിൻ്റേതായ സ്ഥാനങ്ങളിൽ എടുത്ത് വെക്കുവാണ്. ഒരുപാട് പാത്രങ്ങൾ കാണും കഴുകി വെച്ച് ഡ്രൈ ആയിട്ട് എടുത്ത് വെക്കാൻ വേണ്ടിയാണ്. കബോർഡുകളിലൊക്കെ സ്ഥലമുള്ളത് കൊണ്ട് ഞാൻ എല്ലാം ഡ്രൈ ആയതിന് ശേഷം എടുത്ത് അകത്ത് വെക്കുകയാണ് ചെയ്യാറുള്ളത്. അതുപോലെ കുറച്ച് മല്ലിയില അത് കഴുകി എടുത്തിട്ടുണ്ട്, അത് ഞാനൊന്ന് സ്റ്റോർ ചെയ്യാൻ വേണ്ടിയാണ്. പിന്നെ അതുപോലെ കുറച്ച് ചീര ഞാൻ കഴുകി വാരി വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഞാൻ ഇന്നത്തേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ അതെല്ലാം ആദ്യമേ അങ്ങ് അതിൻ്റെ സ്കിന്നെല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞു വെക്കും. അപ്പോൾ പിന്നെ കറി വെക്കാനായാലും തോരൻ വെക്കാനായാലും വളരെ എളുപ്പമാണ്. എല്ലാത്തിനും നമുക്ക് ഏറ്റവും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ കുക്കിംഗ് എന്ന് പറയുമ്പോൾ ഏറ്റവും പാടെന്ന് പറഞ്ഞാൽ ഈ അരിഞ്ഞു വറക്കുക എന്നുള്ള ഒരു പരിപാടിയാണ്. അപ്പോൾ അത് ആദ്യം തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കറിയെല്ലാം ഒന്ന് മിക്സ് ചെയ്താൽ മാത്രം മതി, പെട്ടെന്ന് റെഡിയായി കിട്ടും, ഈസി ആയിട്ട് തോന്നുകയും ചെയ്യും കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ആദ്യം തന്നെ എല്ലാത്തിൻ്റെ സാധനങ്ങളെല്ലാം അരിഞ്ഞ് റെഡിയാക്കി വെക്കുന്നത്. അപ്പം മൊബൈലിൽ അമ്മയുടെയും പപ്പയുടെയും കൂടെ കഴിഞ്ഞ പ്രാവശ്യം നാട്ടിൽ പോയപ്പോഴേ ഞാൻ ഇട്ടൊരു വീഡിയോ ഉണ്ടല്ലോ, ആ ഒരു വീഡിയോ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്നതുകൊണ്ടാണ് ഞാനിതെല്ലാം റെഡിയാക്കുന്നത് കേട്ടോ. 2 ക്യാരറ്റും കൂടി എടുത്തിട്ടുണ്ട്. ഇത് പീൽ ചെയ്യാൻ വേണ്ടി ഞാനൊരു നല്ല പീലറാണ് ഉപയോഗിക്കുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നും എനിക്ക് വന്ന് 2-3 വർഷമായിട്ട് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. നല്ല ക്വാളിറ്റി ഉണ്ട്. 165 രൂപയേ ഉള്ളൂ, പക്ഷേ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. അപ്പം ഞാനിതെല്ലാം അരിഞ്ഞെടുക്കുവാണ്. ഓരോന്നിനും അതിൻ്റേതായ രീതിയിൽ അരിഞ്ഞെടുക്കും കേട്ടോ. അപ്പോൾ തോരനൊക്കെ ആണെങ്കിൽ ഇച്ചിരി ചെറുതായിട്ട് അരിയും. ഇത് ബീഫിനുള്ളതായതുകൊണ്ട് നീളത്തിൽ അരിഞ്ഞെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കുറച്ച് തേങ്ങാക്കൊത്തും കൂടെ അരിഞ്ഞിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചിട്ടില്ല, അത് ഞാൻ സെപ്പറേറ്റ് അതിൻ്റെ അകത്ത് വറുത്തിടുവാണ്. അപ്പോൾ ആ ബീഫ് കറിയിൽ നിങ്ങൾക്കത് കാണാൻ പറ്റും കേട്ടോ. അപ്പം ഞാൻ ഈ ബീഫ് കറി വെക്കുന്നതിന് ഇഞ്ചി, വെളുത്തുള്ളി, 1 പച്ചമുളക്, പിന്നെ സവാള, കുറച്ച് കൊച്ചുള്ളി ഒക്കെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ ഈ കൊച്ചുള്ളി കൂടുതൽ എടുക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ സവാള കുറച്ച് കുറയ്ക്കണം. ഇപ്പോൾ ഇവിടെ കൊച്ചുള്ളിക്ക് നല്ല വിലയാണ്. പിന്നെ അതുപോലെ എൻ്റെ കയ്യിൽ കുറച്ചേ ഉള്ളായിരുന്നു, അതുകൊണ്ട് ഞാൻ കൊച്ചുള്ളി എപ്പോഴും ഇവിടെ കുറച്ചേ എടുത്തുള്ളൂ കേട്ടോ. ഒരു 10 ഇട്ടിട്ടുണ്ട്, നിങ്ങളൊരു 20 കൊച്ചുള്ളിയൊക്കെ ഇട്ടു. അപ്പോൾ സവാള കുറച്ച് കൊടുത്താൽ മതി, അല്ലെങ്കിൽ മധുരിക്കും. പിന്നെ ഞാൻ ഈ ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്താണ് എടുക്കുന്നത്. ക്യാരറ്റ് ഒരു തോരൻ വെക്കാൻ വേണ്ടിയാണ്. അപ്പം ചീരയുണ്ട്, ചീരയും ക്യാരറ്റും കൂടെ മിക്സ് ചെയ്തിട്ടൊരു തോരൻ വെക്കാനാണ്, നല്ല ടേസ്റ്റാണ്. ഞാനത് നേരത്തെ വീഡിയോ ഇട്ടിട്ടില്ല, അപ്പോൾ ഈ വീഡിയോയിൽ അതങ്ങ് പുതിയ റെസിപ്പിയായിട്ട് അതും കൂടെ ചേർക്കുവാണ് കേട്ടോ. അപ്പോൾ അരിഞ്ഞു വെച്ച സാധനങ്ങളെല്ലാം വെവ്വേറെ ഓരോ ബൗളുകളിലായിട്ട് ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് മിക്സ് ചെയ്യാൻ പെട്ടെന്ന് ഓരോന്നായിട്ട് എടുത്തങ്ങ് ചേർത്താൽ മതി, അത് എളുപ്പമാണ്. ഇനി നമുക്ക് കറി വെക്കാനായിട്ട് തുടങ്ങാം. അപ്പോൾ അതിനിടയ്ക്കാണ് ഞാൻ കുറച്ച് ചപ്പാത്തിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. അതെടുത്ത് ഞാൻ 2-3 ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. കാരണം മോൾക്ക് ഉച്ച സമയത്ത് ചപ്പാത്തി വേണം, ചോറിനേക്കാട്ടി അവൾക്ക് ഇഷ്ടമാണ്. അപ്പോൾ ഞാനിതിനടിയിലൊരു തുണി വെച്ചിട്ടില്ലെങ്കിൽ അത് നിരങ്ങിപ്പോവും, കൗണ്ടർ ടോപ്പ് സ്ലിപ്പറി അല്ലേ. അപ്പോൾ ഒരു തുണിയും കൂടെ വെച്ചതാണ്. അപ്പോൾ ഞാനങ്ങനെ ചപ്പാത്തി എക്സ്പേർട്ടൊന്നും അല്ല, ചപ്പാത്തി അങ്ങനെ അധികം ഉണ്ടാക്കാറില്ല. പക്ഷേ ഇപ്പോൾ ഈ കൊച്ചിന് ഇത് ഇഷ്ടമായതുകൊണ്ട് ഇപ്പോൾ സ്ഥിരമായിട്ട് ചപ്പാത്തി ഉണ്ടാക്കേണ്ടി ഒരവസ്ഥയാണ്. അപ്പോൾ ചോറ് ഇഷ്ടമല്ല. അപ്പോൾ ചപ്പാത്തിയുടെ കൂടെ കറിയായിട്ട് ഞാൻ അവർക്ക് കൊടുക്കുന്നത് ബട്ടർ ചിക്കനും അതുപോലെ ഒരു നോർമൽ ചിക്കൻ കറിയാണ്. തലേന്ന് ഉണ്ടാക്കി വെച്ചതാണ്. ഇതിൻ്റെയൊക്കെ റെസിപ്പി ഞാൻ നേരത്തെ ഇട്ടിട്ടുള്ളതാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റുള്ളൊരു ബട്ടർ ചിക്കനാണ്. നിങ്ങൾ അരയ്ക്കുകയും അങ്ങനെ കഷ്ടപ്പെടുകയൊന്നും വേണ്ട, അല്ലാതെ തന്നെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. റെസിപ്പി നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. അങ്ങനെ ചപ്പാത്തിയും ബട്ടർ ചിക്കനും എല്ലാം അവർക്ക് കൊടുത്തു. തോരൻ വെക്കാനായിട്ട് ഞാനൊരു പാനിലേക്ക് 2 മുട്ട ഒന്ന് പൊട്ടിച്ചൊഴിച്ചു. അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുത്തിട്ടുണ്ട്. നല്ല ചിക്കി തോർത്തിയും എടുത്താൽ മതി കേട്ടോ. എന്നിട്ട് അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചു. അത് നമുക്ക് പിന്നെ ലാസ്റ്റ് ചേർക്കാനാണ്. നല്ല ചീര അങ്ങനെയുള്ള തോരനൊക്കെ നിങ്ങൾ മുരിങ്ങയിലേക്കൊക്കെ ചേർക്കുന്ന പോലെ തന്നെ ടേസ്റ്റ് വരാൻ ഇങ്ങനെ മുട്ട ചേർക്കുന്നത് നല്ലതാണ് കേട്ടോ.
അപ്പോൾ ഞാനിങ്ങനെ ഒരുപാട് തോരൻ ഇട്ടിട്ടുണ്ട്. ഒന്ന് ക്യാരറ്റ്, മുരിങ്ങയില, പിന്നെ ഉലുവയില, അതെല്ലാം ഞാനിങ്ങനെ മുട്ട ചേർത്ത് ഇട്ടിട്ടുണ്ട്. നിങ്ങൾ നമ്മുടെ ചാനൽ നോക്കിയാൽ കാണാം. അപ്പോൾ ഇതിലേക്ക് ഞാൻ ലേശം എണ്ണ ഒഴിച്ചിട്ട് ഒന്ന് കടുക് താളിച്ചെടുത്തു. കുറച്ച് കറിവേപ്പില ഇട്ടു. അതിൻ്റെ കൂടെ ഞാനൊരു ചെറിയ കഷ്ണം ഇഞ്ചി, അതൊരു ടേസ്റ്റിന് വേണ്ടി കൊടുത്തതേ ഉള്ളൂ, ഇഞ്ചി ചേർക്കേണ്ട ആവശ്യമില്ല. ഇഞ്ചിയുടെ ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും കൂട്ടത്തിൽ 2-3 പച്ചമുളകും ഒരു സവാള ഇതേപോലെ ചെറുതായിട്ട് അരിഞ്ഞതും എല്ലാം കൂടി ഇട്ട് ഒന്ന് പച്ചമണം മാറുന്നതിന് വരെ ഒന്ന് വഴറ്റിയെടുത്തു. എന്നിട്ട് ഇതിലേക്ക് ചീര അരിഞ്ഞതും ക്യാരറ്റ് അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുത്തിട്ട് പാകത്തിന് ഉപ്പും നല്ലതായിട്ട് മിക്സ് ചെയ്യണം. പിന്നെ ഇതിലേക്ക് തേങ്ങ ചേർത്ത് ഞാൻ ചതച്ചിട്ടില്ല, വേണമെങ്കിൽ നിങ്ങൾക്ക് ചതച്ച് ചേർക്കാം, അപ്പോൾ ഒന്നുകൂടെ നല്ലതായിട്ട് മിക്സായിട്ട് കിട്ടും. ഞാനിതിൽ തേങ്ങ പ്ലെയിനായിട്ടൊക്കെ ചേർത്തേ ഉള്ളൂ. എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ആ ക്യാരറ്റും എല്ലാം ഒന്ന് വേവുന്നിടം വരെ പെട്ടെന്ന് വെന്ത് കിട്ടും. നമ്മൾ ക്യാരറ്റ് ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുക്കുന്നതുകൊണ്ട് പെട്ടെന്ന് വെന്ത് കിട്ടും. ചെറിയ തീയിൽ വെച്ച് അടച്ച് വെച്ച് നമ്മൾ വേവിച്ചെടുക്കുക. വെന്തതിന് ശേഷം ഒന്ന് ചിക്കി തോർത്തി എടുത്തിട്ട് ഇതിലേക്ക് നമ്മൾ മുട്ട ഇങ്ങനെ ചിക്കി തോർത്തി വെച്ചിരിക്കുന്നതോടെ ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നല്ല സൂപ്പർ ഒരു തോരനാണ്. ചോറിൻ്റെ കൂടെ അടിപൊളിയാണ് കേട്ടോ. എല്ലാം ഒരു കോമ്പിനേഷനായിട്ടുള്ള തോരനാണിത്. അപ്പോൾ നമ്മുടെ തോരൻ ഇവിടെ റെഡിയായി. ബീഫിൻ്റെ കറി വെക്കാനായിട്ട് ഞാനിവിടെ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഉരുളിയിലൊക്കെ കറി വെക്കുമ്പോൾ പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പം നാട്ടിലും എൻ്റെ വീട്ടിൽ ഉരുളിയിലാണ് ബീഫ് കറി വെക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു പച്ചമുളകും ആ കൊച്ചുള്ളി 2ആയിട്ട് കട്ട് ചെയ്തതും കൂടെ ഇട്ട് കൊടുക്കുവാണ്. സാധാരണയായിട്ട് ഞാൻ ഇവിടെ കറി വെക്കുന്നത് കുക്കറിലാണ്. ഇപ്പോൾ സ്ലോ ഫയറിൽ കറി വെക്കുന്നതിന് നല്ലൊരു ടേസ്റ്റ് അല്ലേ. അപ്പോൾ ഞാനത് ഇന്ന് അവധി ദിവസമായതുകൊണ്ട് ഞാൻ സ്ലോ ഫയറിലാണ് കറി വെക്കുന്നത്. അതുകൊണ്ട് ഞാൻ കുക്കർ ഉപയോഗിക്കുന്നേ ഇല്ല. കുറച്ച് ഇഞ്ചി, അതുപോലെ വെളുത്തുള്ളി എന്നിവ ഇങ്ങനെ വലുതായിട്ട് കട്ട് ചെയ്താൽ മതി. 1/2 ടേബിൾ സ്പൂൺ പെരിഞ്ചീരകം പൊടിക്കാത്ത കൂടെ ചേർത്തിട്ട് നല്ലതായിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് ഈ കറിയിലേക്ക് ചേർക്കാനാണ് കേട്ടോ. അപ്പോൾ സവാളയൊക്കെ അവിടെ വഴലുന്ന സമയത്ത് ഞാനിവിടെ ഒരു കണ്ടെയ്നറിലോട്ട് മല്ലിയില അത് കഴുകി വാരി വെച്ചതാണ്, അതും കൂടെ ഒന്ന് സ്റ്റോർ ചെയ്യുവാണ്. അപ്പോൾ ഇത് കുറേ നാൾ ഇരുന്നോളും കേട്ടോ ഇങ്ങനെ വെക്കുമ്പോൾ, അല്ലെങ്കിൽ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ സവാളയൊക്കെ നല്ലതുപോലെ വഴണ്ട് നല്ലതുപോലെ കട്ടി കുറഞ്ഞ് വാടിയിട്ടുണ്ട്. ഇത് ബ്രൗൺ നിറം ആവാൻ വേണ്ടി ഞാൻ അധികം എണ്ണ ഉപയോഗിക്കാത്തതുകൊണ്ടാണ് കേട്ടോ. അല്ലെങ്കിൽ നല്ല ലൈറ്റ് ബ്രൗൺ നിറമൊക്കെ ആയി നല്ല ഗോൾഡൻ കളറിലൊക്കെ ആയി നല്ല കുറച്ചും കൂടെ ടേസ്റ്റൊക്കെ കിട്ടും. പക്ഷേ നമ്മൾ ടേസ്റ്റിനേക്കാളിൽ കുറച്ച് ഹെൽത്തൊക്കെ നോക്കുന്നതുകൊണ്ട് കുറച്ച് എണ്ണ ഉപയോഗിച്ചിട്ടുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് ഞാൻ ആ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ പേസ്റ്റ് ചേർത്തു. അതെല്ലാം കൂടെ നല്ലതുപോലെ പച്ചവെണ്ണമെല്ലാം മാറിക്കഴിഞ്ഞതിന് ശേഷം ഞാൻ ഇതിലേക്ക് മുളക് പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടി, പിന്നെ കുറച്ച് ഗരം മസാല എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊരു കായത്തിൻ്റെ കഷ്ണമാണ്. കായം ചേർക്കുമ്പോഴാണ് ബീഫ് അടിപൊളിയാണ്. എനിക്ക് തോന്നുന്നു ഈ പത്തനംതിട്ടയിലൊക്കെ കായ മിക്കവാറും നോൺ വെജിലെല്ലാം ചേർക്കും. എനിക്ക് തോന്നുന്നു പല സ്ഥലങ്ങളിലും ചേർക്കാറുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽഡ് റെസിപ്പി ഞാൻ നമ്മുടെ ചാനലിൽ ഒരുപാട് ബീഫ് കറിയുടെ റെസിപ്പി ഉണ്ട്, നിങ്ങൾ നോക്കിയാൽ കാണാം കേട്ടോ. അത് ഒന്ന് വഴലാൻ വേണ്ടി നോക്കിയപ്പോൾ എണ്ണ കുറവല്ലേ, ഞാൻ അതുകൊണ്ട് ഇച്ചിരി വെള്ളം ചേർത്താണ് അതിൻ്റെ മസാലയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തത് കേട്ടോ. പിന്നെ ഞാൻ ഇതിലേക്ക് പാകത്തിന് വെള്ളം ഒഴിച്ചു, ഉപ്പും ചേർത്ത് കൊടുത്തു. കഴുകി വാരി വെച്ച 1 കിലോ ബീഫ് ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടെ ഇതിനകത്തോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഞാനിത് അടച്ചു വെച്ചിട്ട് തീ കൂട്ടി വെക്കാതെ ചെറിയ തീയിലാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ബീഫിനൊക്കെ ഒരുപാടങ്ങ് നാട്ടിലെ ബീഫിനെ പോലെ ഒരുപാട് വേവുള്ളതല്ല കേട്ടോ. അതിന് സ്ലോ ഫയറിലൊക്കെ വെച്ച് നല്ലതായിട്ട് കുക്കായിട്ട് കിട്ടും. കുക്കറിൽ വെച്ച് ബീഫ് ഉണ്ടാക്കുന്നതിലും എനിക്ക് എപ്പോഴും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഇങ്ങനെ ഉരുളിയിൽ ചെറിയ തീയിൽ വെച്ച് ബീഫ് വേവിച്ചെടുക്കുമ്പോഴാണ്. കുറച്ച് ഗ്യാസൊക്കെ നഷ്ടമായിരിക്കും, പക്ഷേ നല്ല ടേസ്റ്റാണ്. ബീഫ് അവിടെ നിന്ന് വേവുന്ന സമയത്ത് ഞാനൊരു പരിപ്പ് കറി ഉണ്ടാക്കാനായിട്ട് കുക്കറിൽ കുറച്ച് പയറും വെള്ളവും മഞ്ഞപ്പൊടിയും കൂടെ വെച്ചിട്ടുണ്ട്. ഒരു 2 വിസിലടിക്കുമ്പോൾ ഞാൻ ഓഫാക്കും. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിലും ഈ കറിയുടെ റെസിപ്പി ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചതാണ്. ഇതിവിടെ എൻ്റെ മോൾക്ക് ഈ കറി നല്ല ഇഷ്ടമായതുകൊണ്ടാണ് സ്ഥിരമായിട്ട് ഇത് ഞാൻ ഉണ്ടാക്കാറുള്ളത്. അപ്പോൾ അതോടെ വേവുന്ന സമയത്ത് ഞാൻ ഈ കൗണ്ടർ ടോപ്പും എല്ലാം അങ്ങ് ക്ലീൻ ആക്കി കേട്ടോ.
പിന്നെ കുറച്ച് തേങ്ങയും കുറച്ച് ജീരകവും കൂടെ ചേർത്ത് പാകത്തിന് വെള്ളം ചേർത്ത് ഞാനിത് ഒരു നല്ല സോഫ്റ്റായിട്ട് അരച്ചെടുക്കുന്നുണ്ട്. ഇത് നമുക്ക് കറിക്ക് അരപ്പായിട്ട് ചേർക്കാനാണ്. ഇതുകൂടെ ചേർത്തതിന് ശേഷം കറി ഒന്ന് ചൂടാകുമ്പോൾ അതിലേക്ക് നമുക്ക് കടുക് കറിവേപ്പിലയൊക്കെ ചേർത്ത് കുറച്ച് തേങ്ങയുടെ താളിച്ചിടുമ്പോൾ ആ കറി ഇവിടെ റെഡിയാവും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ ബീഫ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ തീ ലേശോടെ കുറച്ച് വെച്ചു. ഇപ്പം തന്നെ കാണാൻ എന്തൊരു ലുക്കാണെന്നറിയാം. നല്ല ടേസ്റ്റായിരുന്നു ഇപ്രാവശ്യം വെച്ച ബീഫ് കറി കേട്ടോ. അതാണ് ഈ സ്ലോ ഫയറിൽ വെച്ചാലുള്ള ഒരു ഗുണം. കുറച്ചുകൂടെ കുരുമുളക് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്, കുറച്ച് ഗരം മസാലയും. കുരുമുളക് ബീഫിൽ ചേർക്കാൻ ഒട്ടും പിശുക്ക് കാണിക്കില്ല കേട്ടോ. ബീഫും കുരുമുളകും കൂടെ നല്ല സഹോദരന്മാരെ പോലാണ്, നല്ല നല്ല കോമ്പിനേഷനാണ്. പിന്നെ എന്നാ ഈ കറി റെഡി ആയപ്പോഴേ ഞാൻ ഇതിലേക്ക് കുറച്ച് കടുകും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ താളിച്ച് ചേർക്കുന്നുണ്ട്. ഞാൻ ഇതിനിടയ്ക്ക് ഇതിൻ്റെ അകത്ത് തേങ്ങാക്കൊത്ത് ചേർത്തിട്ടുണ്ട്, നിങ്ങൾക്കത് കാണാം. നേരത്തെ ചേർത്തതാണ്, ഞാൻ ഷൂട്ട് ചെയ്തില്ലെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മുടെ ബീഫ് കറിയുടെ റെഡിയാണ്. സൂപ്പർ കോമ്പിനേഷനാണ്. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ എല്ലാത്തിൻ്റെയും കൂടെ അടിപൊളിയാണ് കേട്ടോ. ഞാനിപ്പം ചോറിൻ്റെ കൂടെയാണ് എടുക്കുന്നത്. ഇപ്പം നമ്മുടെ 3 കറികളും ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചീര, ക്യാരറ്റ്, മുട്ട ചേർത്തുള്ള തോരന്, അതുപോലെ നമ്മുടെ പരിപ്പ് കറി, അതായത് സ്പ്ലിറ്റായിട്ടുള്ള ചെറുപയറിൻ്റെ പരിപ്പ് കറി, പിന്നെ നമ്മുടെ നാടൻ ബീഫ് കറി, നല്ല ഉരുളിയിൽ വെച്ച ബീഫ് കറി. ഈ 3 കറിയും റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ചോറും റെഡി ആയിട്ടുണ്ട്. ഇതാണ് എൻ്റെ ഉച്ചയ്ക്കത്തെ ഇന്നത്തെ ലഞ്ചിൻ്റെ റെസിപ്പീസ്. അപ്പം നിങ്ങൾ ഈ ഒരു റെസിപ്പികളൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം കേട്ടോ. നല്ല രസമാണ്, നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഇന്നത്തെ ഒരു ഓഫ് ഡേയിലെ കുക്കിംഗ് കഴിഞ്ഞു. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുക്കിംഗ് വിശേഷങ്ങൾ. അപ്പോൾ കുക്കിംഗ് കഴിഞ്ഞ ഉടനെ ഞാൻ ആ ഗ്യാസ് സ്റ്റൗവും അതുപോലെ എല്ലാം ഒന്ന് ക്ലീൻ ആക്കി ഇടുവാണ്. അല്ലെ പിന്നത്തേക്ക് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ജോലിയായിട്ട് വരും. അതുകൊണ്ട് എല്ലാം ഒന്ന് റെഡിയാക്കി ഞാൻ ഈ മൈക്രോ ക്ലോത്ത് ഉപയോഗിച്ചാണ് എപ്പോഴും ഈ കിച്ചണും കൗണ്ടർ ടോപ്പും എല്ലാം ക്ലീൻ ആക്കുന്നത്. നല്ലതാണ്, നല്ലതായിട്ട് വാട്ടർ പെട്ടെന്ന് അബ്സോർബായിട്ട് അത് നമുക്ക് പെട്ടെന്നത് ക്ലീൻ ആക്കാനായിട്ട് എളുപ്പമാണ് കേട്ടോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും മൈക്രോ ക്ലോത്താണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഞാൻ ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് അരിയാനെടുത്ത സാധനങ്ങളൊക്കെ കുറച്ചൊക്കെ അധികം വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ചെറിയ കിച്ചണാണ് കേട്ടോ. അതുകൊണ്ട് വലിയ ഒരു എന്താ പറയുക സൗകര്യങ്ങളൊന്നും നാട്ടിലെ പോലൊന്നും ഇല്ല കേട്ടോ. അപ്പോൾ ഉള്ളത് കൊണ്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടുത്തെ മിക്കവാറുള്ള എല്ലാ ഫ്ലാറ്റുകളിലും ഇങ്ങനെ ചെറിയ കിച്ചൺ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ കിച്ചണൊന്നും ഇതുവരെ ഒന്നും സെറ്റാക്കിയിട്ടില്ല, ഒന്നിനും സമയം കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. വീണ്ടും അടുത്ത നല്ലൊരു വീഡിയോ കാണുന്നവരെ എല്ലാ കൂട്ടുകാർക്കും നന്ദി, നമസ്കാരം.